ഈ കണ്ണും പൂട്ടി വണ്ടി പിറകിലേക്ക് എടുത്തോ, പക്ഷെ ഇവനെ നിങ്ങൾ ഫിറ്റ് ചെയ്യണം, എന്നാലേ എടുത്തുവിട്ടാ, ഇല്ലെങ്കിൽ ബാക്ക് കൊണ്ടുപോയി മുട്ടും. ആണ് നമ്മുടെ വാഹനങ്ങളിൽ സെൻസർ, അതായത് ബാക്ക് പാർക്കിംഗ് സെൻസർ എന്ന് പറയുന്ന സംഭവമാണ് ഇത് വരുന്നത്. ബാക്കിൽ 4 ഹോൾസ് ഇട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമായിട്ട് നല്ല ക്വാളിറ്റി സെൻസർ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഏകദേശം 200 സെന്റിമീറ്ററിന്റെ അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ബാക്കിൽ നിന്ന് നമുക്ക് നമ്മുടെ എന്താ പറയുക, നമുക്ക് സൗണ്ട് ഏതായാലും തട്ടാനോ മുട്ടാനോ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബീപ്പ് ബീപ്പ് ബീപ്പിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ആവും. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറ്റും. ഈ സെൻസറിൻ്റെ ഇതിൻ്റെ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് സ്റ്റീൽ ടൈപ്പാണ്, അതായത് റബ്ബറോ കാര്യങ്ങളൊന്നും. അതുകൊണ്ട് തന്നെ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് തേയ്മാനോ അല്ലെങ്കിൽ അത് ചെത്തിപ്പോകാനോ ചാൻസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി കൊണ്ട് തന്നെ നിൽക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വയറിംഗ് കിറ്റ്, അതിൻ്റെ അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുടെ സാധനം. ഇനി എടുത്ത് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് വെക്കുന്ന നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേ ആണ്. നല്ല ഷേപ്പിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നോക്കിക്കോ. ഇത് നമ്മൾ വണ്ടി തട്ടാനോ മുട്ടാനോ അടിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നും, അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീന്, യെല്ലോ, റെഡ് അങ്ങനെ ലൈറ്റും നമുക്ക് ഇതിലേക്ക് എന്താ പറയുക കത്തും. ഏകദേശം തട്ടുന്നതിനനുസരിച്ച് ആ ഒരു റെഡും ലൈറ്റും ഗ്രീനെല്ലാം ആയിട്ടുള്ള ഒരു ലൈറ്റ് കത്തും. അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി സാധനം നമുക്ക് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്, 100% നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്. യൂണിവേഴ്സലായിട്ട് ഏത് വണ്ടിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വേണമെന്നുള്ളവർ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എങ്ങനെ വേണമെന്നുള്ളവർക്കും നമ്പർ ഞാൻ അത് അടിയിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ആയിക്കോ.